ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് ഫോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാം ഡ്രസ്സിനകത്ത് മിറർ വർക്ക് ചെയ്യുന്നത് പോലെ പോട്ടിനകത്ത് മിറർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഏത് ഷേപ്പിലെ പോട്ടിൽ വേണേലും ഇതുപോലെ ചെയ്യാൻ പറ്റും. വലുതായാലും ചെറുതായാലും ഏത് ഷേപ്പിലെ പോട്ടിനകത്തായാലും ചെയ്യാം. പക്ഷേ ഡയറക്റ്റ് ഇതുപോലെ മിററായാലും പെയിൻ്റ് ആയാലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ ഈ പെയിൻ്റെല്ലാം അബ്സോർബായി പോവും, ചട്ടിക്കകത്ത് അബ്സോർബാവും. അതാകാതിരിക്കാൻ ഒന്നുകിൽ പോട്ടിൽ വെതർ കോട്ട്, നമ്മൾ ഓടിനൊക്കെ അടിക്കുന്ന വെതർ കോട്ട് അടിക്കണം. അതിനാകുമ്പോൾ കുറച്ച് ഗ്ലേസിംഗ് ഉണ്ട്. അല്ലെങ്കിൽ സാധാ ടെറാക്കോട്ടയുടെ പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ടച്ച് വുഡിൻ്റെ മാറ്റ് ഫിനിഷ് ക്ലിയർ അടിക്കണം. ഇത് രണ്ടിലേതെങ്കിലും അടിച്ചിട്ടേ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഞാൻ എല്ലാ പോട്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് ഫാബ്രിക്കിൽ അടിക്കുന്ന അതേ പെയിൻറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോൾഡും സിൽവറും മാത്രമേ മെറ്റലിന് അടിക്കുന്ന പെയിൻറ്റ് എടുത്തിട്ടുള്ളൂ. ഇത് ഗോൾഡ് കളറിലും സിൽവർ കളറിലും കിട്ടും, പക്ഷേ വാട്ടർ ബേസ് ആണ്. ഇത് 3D ഔട്ട്ലൈനറാണ്. ഇത് ഗ്ലിറ്ററുള്ള ടേപ്പാണ്. ഇതിൻ്റെ സിൽവറും ഗോൾഡും ഞാൻ ഇതിന് ഉപയോഗിക്കാൻ എടുത്തിട്ടുണ്ട്. ഇത് ലിക്വിഡ് എംബ്രോയ്ഡറിയാണ്, ഗ്ലിറ്റർ ഇല്ലാത്ത ടൈപ്പ്. ഇത് നേരത്തെ കാണിച്ച സിൽവറിൻ്റെ ഗോൾഡ്, അത് വാട്ടർ ബേസാണ്. മിറർ നമുക്ക് പല ഷേപ്പിലും വാങ്ങാൻ കിട്ടും. വലിയ റൗണ്ടിൽ, ചെറിയ റൗണ്ട്, സ്ക്വയർ, ഡയമണ്ട് ഷേപ്പ്, അങ്ങനെ പല ഷേപ്പിലും കിട്ടും. ഫാൻസി സെൻറ്ററിലെല്ലാം വാങ്ങാൻ കിട്ടും. നമ്മൾ പോട്ട് ഏത് പോട്ടാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് വലിയ പോട്ടാണെങ്കിൽ കുറച്ചുകൂടെ വലിയ മിറർ വെച്ചാൽ നന്നായിരിക്കും. ചെറിയ പോട്ടിൽ വലിയ മിറർ വെച്ച് കഴിഞ്ഞാൽ അത് ഭംഗി കുറവായിരിക്കും. അങ്ങനെ നമ്മൾ ചെറിയൊരു ഐഡിയ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്പർ 1, 2 അങ്ങനെ നമ്പറുള്ള ബ്രഷും ഒരു 1/2 ഇഞ്ചിൻ്റെ ബ്രഷും വേണം. ബോർഡറൊക്കെ അടിക്കണമെങ്കിൽ വീതിയുള്ള ബ്രഷ് ഇട്ടാണ് അടിക്കുന്നതാണ് നല്ലത്. ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ വെതർ കോട്ട് പെയിൻറ്റ് അടിച്ച പോട്ടാണ്. ഇത് ശരിക്കും ചെടി വയ്ക്കുന്നതല്ല, ഇത് ചന്ദനത്തിരി കുത്തുന്ന പോട്ടാണ്. നമുക്ക് ചെടി വയ്ക്കുകയും ചെയ്യാം. പക്ഷേ മിറർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെടി വയ്ക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം കൊണ്ട് അത് ഇളകിപ്പോവും. ഇപ്പോൾ ഈ 2 ലൈൻ ഇതിനകത്ത് പോട്ടിനകത്തുള്ള 2 ലൈനിനകത്ത് ഞാൻ 2 കളറ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു സിൽവർ ലൈനും ഒരു ഗോൾഡ് ലൈനും. ആദ്യം സിൽവർ ലൈൻ കൊടുക്കാം. സിൽവർ പെയിന് തിക്നെസ് വളരെ കുറവാണ്. ചിലപ്പം 3 കോട്ടൊക്കെ അടിച്ചാലേ അത് തിക്കായിട്ട് വരത്തുള്ളൂ. ചെറിയ ലൈനായതുകൊണ്ടാണ് ചെറിയ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഇത് ഫുള്ള് അപ്പുറം അങ്ങ് അറ്റം വരെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് നേരെ കാണുന്ന ഒരു പോർഷൻ അതടിച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കുറേ സമയമെടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മിറർ വർക്കും പെയിൻറ്റിങ്ങും ഒരു പോർഷൻ റൗണ്ടിൽ ഇരിക്കുന്ന സാധനമുണ്ട്, നമുക്ക് ചരിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം അത് ഓരോ പോർഷനായിട്ട് ഉണങ്ങി വരുമ്പം റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് വേണം ചെയ്യാൻ. നമ്മൾ ഇത് അടിക്കുമ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കുഴപ്പമില്ല. ഇടയ്ക്ക് ഗ്ലിറ്ററിൻ്റെ ബോർഡർ കൊടുക്കുമ്പോഴത്തേക്ക് അത് ലെവലായിട്ട് അടിച്ചാൽ മതി. ഇത് കുറച്ച് കയറി ഇറങ്ങിപ്പോയാലും കുറച്ച് കയറിപ്പോയിട്ടെന്നും പറഞ്ഞ് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാം ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്തടുത്തത് കൊടുക്കാവുള്ളതേ ഉള്ളൂ. കുറച്ച് സമയം എടുത്ത് വേണം ചെയ്യാൻ.
ഈ പോട്ടിൻ്റെ മേൽവശം റൗണ്ടായിട്ടിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ മിറർ ഒട്ടിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ താഴത്തെ പോർഷൻ സെലക്ട് ചെയ്തേക്കുന്നത്. അവിടെ കുറച്ച് സ്ട്രെയിറ്റ് ഭാഗമായതുകൊണ്ട് നമുക്ക് മിറർ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ഇരിക്കും. ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഇതിനെല്ലാം മാറ്റം വരുത്താം. ഇപ്പം ഞാനിതിപ്പം ഈ 3 ലൈനിൽ 3 കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. മേളിൽ സിൽവറിൻ്റെ മേളിൽ സിൽവർ കൊടുക്കാൻ പോവാണ്. അത് ഗ്ലിറ്ററുള്ള സിൽവറാണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് പെയിൻ്റ് അടിച്ചപ്പം കുറച്ച് വളഞ്ഞ ഭാഗമൊക്കെ ലെവലായി വരും. പക്ഷേ ഉണങ്ങി കഴിയുമ്പോഴേ ആ ഗ്ലിറ്റർ തെളിഞ്ഞു വരത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ഉടനെ കണ്ടു കഴിഞ്ഞാൽ വെള്ളയായിട്ടേ ഇരിക്കത്തുള്ളൂ. ഉണങ്ങി കഴിയുമ്പം ഗ്ലിറ്റർ മാത്രമായിട്ട് വരും. അടുത്തത് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും ഇടയിൽ ഞാൻ ബ്ലൂവിൻ്റെത് കൊടുക്കാൻ പോവാണ്. ബ്ലൂ ഗ്ലിറ്റർ കൊടുക്കാൻ പോവാണ്. അത് കൊടുക്കുന്നത് മിറർ ഒട്ടിക്കുന്നതും ഞാൻ ബ്ലൂ ഇട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. അതുകൊണ്ട് ഇത് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ഗ്ലിറ്റർ ഉള്ളതെല്ലാം നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷമേ നല്ല കളർ വരത്തുള്ളൂ. ഇപ്പം ഈ ബ്ലൂവിനെക്കാട്ടിയും ഡാർക്കായിട്ട് വരും ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ. അടുത്തത് ഗോൾഡിൻ്റെ താഴെ ഞാൻ ഈ ഗോൾഡിൻ്റെ ഔട്ട്ലൈനർ കൊടുക്കുകയാണ്. ഇതെല്ലാം പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ കൊടുക്കുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ക്ഷമയായിട്ട് ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഈ റൗണ്ടിലെ മിറർ ഒട്ടിക്കാൻ പോവാണ്. നമുക്ക് 2 തരത്തിൽ ഒട്ടിക്കാൻ പറ്റും. ഈ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. ആ ബ്ലൂവിൻ്റെ എംബ്രോയ്ഡറിയുടെ ലിക്വിഡ് വെച്ചും ഒട്ടിക്കാം. 2 തരത്തിലും ഒട്ടിക്കാം. ഞാൻ ആദ്യം ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്ന കാണിക്കാം. ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ മറ്റേ ബ്ലൂ ഇട്ട് കൊടുക്കേണ്ടി വരും. മിറർ വെക്കേണ്ടിയെടുത്ത് ഗ്ലൂ തേച്ചിട്ട് നമുക്ക് മിറർ വയ്ക്കാം. മിറർ ശരിക്കും കൈ കൊണ്ട് വെക്കാതെ ഫോഴ്സെപ്സ് വെച്ച് വെക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് ഞാൻ ബ്ലൂ ഇട്ട് ഔട്ട്ലൈനർ കൊടുക്കുകയാണ്. ശരിക്കും ഈ മിറർ ഉണങ്ങിയിട്ട് വേണം ഔട്ട്ലൈനർ അങ്ങനെ കൊടുക്കാൻ, അല്ലെങ്കിൽ മിറർ നീങ്ങും. ഇപ്പോൾ ഞാൻ കൊടുക്കുവാണ്. ഇത് ഉണങ്ങാതെ നമ്മൾ ഈ പോട്ട് നിവർത്തും വെക്കരുത്. നിവർത്ത് വെച്ച് കഴിഞ്ഞാൽ മിറർ ഇളകി താഴോട്ട് വരും. ഇത് ആ ബ്ലൂ തന്നെ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ് ഞാൻ. കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മിറർ വയ്ക്കാം. ഫോഴ്സെപ്സ് വെച്ച് വയ്ക്കുന്നതാണ് നല്ലത്. വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ബ്ലൂ ഔട്ട്ലൈൻ വെളി വരും. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ ഔട്ട്ലൈനർ കുറച്ച് കൂടുതൽ വേണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഏതാ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വയ്ക്കാം. അതിൻ്റെ താഴെ ഞാൻ ഈ ചെറിയ മിറർ വയ്ക്കാൻ പോവാണ്. ആ മിറർ വെക്കേണ്ടി എവിടെയാണെന്ന് വെച്ചാൽ അതേ ഷേപ്പിൽ ആ ഗ്ലൂ തേക്കുക. ചെറിയ നീളമുള്ള മിററായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നീളത്തിൽ തേക്കുന്നത്.
ഇങ്ങനെ നമുക്ക് ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്ത പോർഷൻ അത്രയും ചെയ്തെടുക്കാം. ഈ പോട്ടിൻ്റെ വർക്ക് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. താഴെ ഗോൾഡിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ട് ഗ്ലിറ്റർ ഒരു ലൈൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് റൗണ്ടിൽ ആ മിറർ നേരത്തെ ചെയ്ത പോലെ റൗണ്ടിൽ മുഴുക്ക കൊടുത്തു. മേളിൽ സിൽവറിൻ്റെ ഒരു വീതിയുള്ളൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഈ പോട്ട് നമുക്ക് ഷോയ്ക്ക് വയ്ക്കാനും നല്ലതാണ്. ചെടി വേണേലും വെക്കാം. ഹോളുള്ളത് കൊണ്ട് ചെടി വേണേലും വെക്കാം. പക്ഷേ ഡയറക്റ്റ് വെക്കല്ലെന്ന് മാത്രം. ഇതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തൊരു പോട്ടാണ്. ഇതിനകത്ത് മിററിന് ചുറ്റും ഗ്ലിറ്റർ ഇല്ലാത്ത ലിക്വിഡ് എംബ്രോയ്ഡറി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഓറഞ്ചും യെല്ലോയും. ഈ പോട്ടുകൾ മിറർ വർക്ക് ചെയ്ത പോട്ടുകളെല്ലാം നമുക്ക് ദൂരെ നിന്ന് കാണുന്നതാണ് ഭംഗി. അടുത്ത് കാണുന്നതിനെക്കാട്ടിയും ദൂരെ വെച്ച് കാണുന്നതാണ് ഭംഗി. ഈ പോട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു പോട്ടാണ്. വെള്ളം വയ്ക്കുന്ന കൂജ. അതിനകത്ത് ഫാബ്രിക് പെയിൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വൈറ്റ് മുഴുക്ക പേൾ വൈറ്റ് എന്ന് പറഞ്ഞ ഫാബ്രിക്കിൽ അടിക്കുന്ന പെയിൻ്റ് ഉണ്ട്. അത് 3 കോട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ചെയ്തിരിക്കുന്നത് മുഴുക്ക ഫാബ്രിക് പെയിൻറ്റ് മാത്രമാണ്. ഇതുവരെ കളറിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല. നമുക്ക് പൊടിയൊക്കെ വരുമ്പം തുണി നനച്ച് തുടയ്ക്കാം. ഈ പെയിൻറ്റ് ഫാബ്രിക് പെയിൻ്റ് ആയാലും ഒരു കുഴപ്പമില്ല. ഇതും അതുപോലെ ഞാൻ പെയിൻറ്റ് ചെയ്തൊരു പോട്ടാണ്. ഈ പോട്ടിൽ ഡിസൈൻ ഉണ്ടായിരുന്നു. അത് 2 കളറ് കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇതും ഞാൻ അതുപോലെ ചെയ്ത പോട്ടാണ്. ഇതിനകത്ത് സിൽവർ പെയിൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നടുക്ക് വീതിക്ക് സിൽവറിൻ്റെ ബോർഡർ കൊടുത്തിട്ട് അതിനകത്താണ് മിറർ വെച്ചിരിക്കുന്നത്. പിന്നെ ലിക്വിഡ് എംബ്രോയ്ഡറി യെല്ലോയും ഓറഞ്ചും ഇട്ട് ചെറിയ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് പോട്ടുകളെല്ലാം നല്ല ഭംഗിയാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.